ഹായ് ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ നിറച്ച് പൊരിച്ചതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ചിക്കൻ കേട്ടോ, ഒരു ഫുള്ളായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നുണ്ട്. പിന്നെ എരിവിന് പാകത്തിനും 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. അത് എരിവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം കേട്ടോ. പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ കേട്ടോ. ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ, 1/2 ടീസ്പൂണാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, 1 ടീസ്പൂണോടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പില. അതിന് ശേഷം നമ്മൾ ഇട്ടിട്ടുള്ളത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, പെരിഞ്ജീരകപ്പൊടി, പട്ട, കുരുമുളക്, ഏലക്കായ കേട്ടോ. സുർക്കയാണ് കേട്ടോ, സുർക്ക ഒരു 4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാളാണ് കേട്ടോ, ഒരു സവാള നമ്മൾ ഒരു നൈസായിട്ടില്ലാതെ ഒരു കനത്തിൽ അരിയുക കേട്ടോ. ഒരു 3 പച്ചമുളക് കേട്ടോ, എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ 3 എണ്ണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി ആദ്യം മസാല നന്നായി മിക്സ് ചെയ്തിട്ട് 2 മാഗി ക്യൂബ്, ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി കേട്ടോ. നന്നായി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ശേഷം കാടമുട്ട പുഴുങ്ങിയതാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് നിറക്കുന്നത്. കാടമുട്ടയും പിന്നെ ഈ മസാലത്തെ സവാള ഒക്കെ പച്ചമുളകൊക്കെ കൂടിയിട്ട് അതിലേക്ക് നിറക്കുന്നുണ്ട് കേട്ടോ. ശേഷം അതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, ഈർക്കിലി കൊണ്ട്. സൺഫ്ലവർ ഓയിൽ കേട്ടോ, നന്നായിട്ട് മൊരിയാൻ പാകത്തിനുള്ളത് ഒഴിക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ വെക്കാം കേട്ടോ. ഇതൊരു ഫസ്റ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. മീഡിയം വെച്ചിട്ടൊരു 20 മിനിറ്റ്സ് 2 സൈഡ് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ പോലെ ആക്കിയെടുക്കണം കേട്ടോ. നന്നായി മൊരിഞ്ഞ് വരണം. എന്നിട്ട് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ചിക്കനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിലുണ്ട്. നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ കേട്ടോ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.